നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷു. കണിക്കൊന്നയുടെ മഞ്ഞപ്പൊന്നിനും കൈനീട്ടത്തിനുമപ്പുറം വിഷു എന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണ്. 2026 ഈ വിഷുക്കാലം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പ്രപഞ്ചം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. ഈ ഭൂമിയിൽ ഒരു നവോദയം സംഭവിക്കാൻ പോകുന്നു. ആകാശഗോളങ്ങൾ നിശബ്ദമായി ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. കാലചക്രത്തിൻ്റെ കറക്കത്തിൽ ചിലർക്ക് കഷ്ടപ്പാടുകൾ അവസാനിക്കാനും ചിലർക്ക് അടഞ്ഞുകിടന്ന ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാനുമുള്ള സമയമായിരിക്കുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ ദൈവം തന്നെ നേരിട്ട് അനുഗ്രഹം ചൊരിയുന്ന ഒരു അവസ്ഥയാണ് സംജാതമാവുന്നത്. 2026 ശനി, വ്യാഴം, രാഹു, കേതു എന്നീ മഹാഗ്രഹങ്ങൾ രാശി മാറുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ ഇതിനെ മഹായോഗമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ മഹായോഗം 9 പ്രത്യേക നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത ധനലാഭവും കോടീശ്വര യോഗവും കൊണ്ടുവരാൻ പോകുന്നു. ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ കഠിനാധ്വാനത്തോടൊപ്പം ഭാഗ്യവും കൂടി ചേരുമ്പോൾ നാം ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു. നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ നമ്മെ തേടിയെത്തും. എല്ലാ മേഖലകളിലും നമുക്ക് ശോഭിച്ചു നിൽക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതം തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് എത്രയെത്ര ആളുകളാണ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഉയർച്ചകൾ കൈവരിച്ചിരിക്കുന്നത്, ജീവിതത്തിൽ വിജയങ്ങൾ നേടിയിരിക്കുന്നത്. കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത എത്ര ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. അത്തരത്തിലൊരു മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി കാണേണ്ടതില്ല. ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സുനിശ്ചിതമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സൗഭാഗ്യവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഒരു വിഷുക്കാലം. നിങ്ങളുടെ ജീവിതമാകെ മാറിമറിയും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സ്വന്തമാകും. സ്വപ്നതുല്യമായ ജീവിതം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പോസിറ്റീവായ മനസ്സോടുകൂടി ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നെഗറ്റീവായ കാര്യങ്ങൾ ദിനംപ്രതി സംഭവിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, ഇത്തരത്തിലുള്ള ധാരാളം നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും. അതോടൊപ്പം നിങ്ങൾ നെഗറ്റീവായി മാറാതിരിക്കുക. ഇത്തരം കാര്യങ്ങളെ പോസിറ്റീവായി മാത്രം സ്വീകരിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റം തങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് മുൻപായി മറ്റൊരു കാര്യം കൂടി പറയാം. നാളെ സംക്രമ ദിവസം വിശേഷാൽ പൂജയുണ്ടായിരിക്കുന്നതാണ്. നാളെ മേടസംക്രമമായതിനാൽ ഈ വിശേഷാൽ പൂജയിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന കണ്ണീർ, ശത്രുദോഷം, പ്രാക്ക്, ഇത്തരത്തിൽ ധാരാളം നെഗറ്റീവ് ഊർജ്ജങ്ങളുണ്ടാകും. ആ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ ഇത്തരം പൂജാ വഴിപാടുകൾ സാധിക്കും. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന മേടസംക്രമ പൂജയിൽ നിങ്ങൾക്ക് പങ്കാളിയാവാൻ പേരുന്നാളും പെട്ടെന്ന് തന്നെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം തന്നെ എന്നത്തെയും പോലെ വലിയേറെ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇതിലാദ്യം തന്നെ വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം വരുന്ന സമയമാണ്. ദൈവം ഒരിക്കലും തൻ്റെ ഭക്തരെ ഉപേക്ഷിക്കില്ല എന്നതിൻ്റെ തെളിവായിരിക്കും ഈ വർഷം ശനി 3ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ദീർഘകാലമായി നിങ്ങളെ വേട്ടയാടിയിരുന്ന ദുരിതങ്ങൾ അവസാനിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളിൽ ധനലാഭത്തിന് കാരണമാകും. പണയത്തിലിരിക്കുന്ന ആഭരണങ്ങളോ ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ വീടോ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഭാഗ്യം നിലനിൽക്കാൻ ഓരോ ഏകാദശിയിലും ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കുകയും ഉപാസിക്കുകയും ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്ന വർഷമാണിത്. ശനി 11ാം ഭാവത്തിലേക്ക് മാറുന്നത് ഏറ്റവും ശുഭകരമാണ്. ലോട്ടറി ഭാഗ്യം, സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. IT, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലുള്ളവർക്കിത് സുവർണകാലമാണ്. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവരും. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായുള്ള ധനയോഗം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം തന്നെയാണ്. രക്ഷപ്പെടും. മൂന്നാമതായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ്. ഒരു പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാകുന്നത് പോലെ ചോതി നക്ഷത്രക്കാരുടെ ജീവിതം ഇനി ശാന്തമാകും. ശനി 6ാം ഭാവത്തിലെത്തുന്നതോടെ ശത്രുനാശവും രോഗമുക്തിയും സംഭവിക്കും.
9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം തടസ്സപ്പെട്ട ധനവരവ് സുഗമാക്കും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ്. തലയ്ക്ക് മുകളിലെ ഭാരമായിരിക്കുന്ന കടബാധ്യതകൾ ഒഴിഞ്ഞു പോവുകയും കുടുംബജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരികയും ചെയ്യും. ഭഗവതിയുടെ കടാക്ഷം സദാനേരം ഒപ്പമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ ശ്രമിക്കുക. വിജയം സുനിശ്ചിതമാണ്. 4ാമതായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഒക്ടോബർ മാസം മുതൽ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകും. വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ അപ്രതീക്ഷിതമായ ഓഫറുകൾ, ഫോൺ വിളികൾ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ വഴി ജീവിതം മറിയും. ഭൂമി, ഫ്ലാറ്റ് ഇടപാടുകളിൽ വലിയ ലാഭമുണ്ടാകും. എല്ലാ സങ്കടങ്ങളും മാറി പ്രതിസന്ധികൾ അകലുന്ന സമയമാണിത്. ഭഗവതിയെ വിളിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. 5ാമതായി വരുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു പുതിയ ഉദയമുണ്ടാകും. മെയ് മാസം കഴിഞ്ഞ് വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ ബിസിനസ്സിൽ വൻ ഉണർവുണ്ടാകും. ചെറിയ നിക്ഷേപം വലിയ ലാഭമുണ്ടായി മാറും. മാതൃസ്വത്തോ പൂർവിക സ്വത്തോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അവസരം തേടി വരും. ഭഗവതിയുടെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് ഭാഗ്യത്തിന് ചിറകു നൽകും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധനം കടന്നു വരും. അത് ജീവിതമാകെ മാറ്റിമറിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് സാധ്യമാവുന്ന സമയങ്ങളെല്ലാം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. 6ാമതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. ദൈവം ഒരു ജീവനെയും വെറും കൈയോടെ വിടില്ല എന്നതിൻ്റെ തെളിവാണ് മൂലം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നതും രാഹുവിൻ്റെ രാശിമാറ്റവും ചേർന്ന് ഒരു ധനഭാഗ്യ സംഗമം ഉണ്ടാകുന്നു. വലിയ സ്വത്തുക്കളോ ഉന്നത ബന്ധങ്ങളിലൂടെ ബഹുമതികളും തേടി വരും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം വിജയം സുനിശ്ചിതമാണ്. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള വഴികൾ തെളിയും. സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 7ാമതായി വരുന്നത് മകൈര്യം നക്ഷത്രമാണ്. മകൈര്യ നക്ഷത്രക്കാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. ശനി 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ എല്ലാ കഷ്ടതകളും അവസാനിക്കും. വർഷാവസാനം വക്രഗതിയിലുള്ള വ്യാഴം നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന് വലിയ ധനലാഭം എത്തിച്ചു തരും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ദൈവം നിങ്ങൾക്ക് പുതിയൊരു വഴി കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിത്യവും മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിൽ ഉയർച്ചകളുടെ സമയമായതിനാൽ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന എല്ലാ അവസരങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുന്ന സമയമാണ്. 8ാമതായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. ഇരുൾ കനക്കുന്നത് പ്രഭാതം അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ച ഐശ്വര്യക്ഷയം വിശാഖ നക്ഷത്രക്കാർക്ക് ഇനി അവസാനിക്കും. 2026 നിങ്ങൾക്ക് രാജയോഗം ആരംഭിക്കുകയാണ്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നതോടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ തേടി വരും. ബിസിനസ് ലാഭവും വന്നു ചേരും. ദീർഘകാലമായി രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ഭഗവാൻ കൃഷ്ണൻ്റെ വിശ്വരൂപം കാണിച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വിശ്വരൂപം കാണിച്ചു തരിക തന്നെ ചെയ്യും. ഈ ഒരു 2026 നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതമാകെ മാറ്റിമറിക്കും. ആഡംബര തുല്യമായ ജീവിതമായിരിക്കും നിങ്ങൾക്കിനി മുന്നോട്ടുണ്ടാവുക. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. ഇനി 9ാമതായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ജോലി സംബന്ധമായ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിക്കുകയും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കൈകളിലേക്ക് ധനം വന്നു ചേരും. ആ ധനം നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാനും സാധിക്കും. ഇതിനോടകം ഈ ഒരു വർഷം ഭൂമി വാങ്ങിയ ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അതായത് സ്വന്തമായൊരു ഭവനം, സ്വന്തമായൊരു ഭൂമി, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം ഇത് ആശ്വാസകരമായ സമയം തന്നെയാണ്. ലോട്ടറി ഭാഗ്യത്തിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറും. നിങ്ങൾ സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നിലനിൽക്കുന്നതിന് ഇത് സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളുടെ നാശം, നിങ്ങൾ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് കുതിച്ചുയരാൻ കഴിയുന്നൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മടി, അലസത എല്ലാം മാറ്റി നിർത്തുക. ഇതെല്ലാം ഒരുപക്ഷെ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിരിക്കും. അതായത് നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് തകർച്ചകൾ ആരംഭിക്കുന്നത്. അത് മടിയും അലസത പോലുള്ള കാര്യങ്ങൾ വന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ ദേവി വചനം നടത്തുക. ലളിത സഹസ്രനാമം ജപിക്കുന്നത് ധനസമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിഷം എന്നത് വെറുമൊരു കണക്കുകൂട്ടലല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ താളങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. 2026 ഈ വിഷുക്കാലം നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ്. നാം നേരത്തെ പറഞ്ഞ 9 നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞൊരു വർഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രഹങ്ങൾ ഭാഗ്യം കൊണ്ടുവരുമ്പോൾ ഭക്തി ആ ഭാഗ്യത്തിന് ചിറകുകൾ നൽകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക. ഈ വിഷുക്കണി നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറക്കട്ടെ. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കാൻ നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം.